ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കെല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ലൊരു കൂന്തൽ ഫ്രൈൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിന്, അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് സാൻഡ്വിച്ചാണ് കേട്ടോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് നന്നായിട്ട് ഹാർഡായി പോകും. അപ്പോൾ കുട്ടികൾ കഴിക്കുന്ന സമയത്ത് അവർക്കത് ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഇതാ ടിഫിന് റെഡിയാക്കലും പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഓരോ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബസ് വന്ന് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ ബസ് വരുന്നതും ഒരു പോണതൊക്കെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എപ്പോഴും കാണിക്കുമ്പോൾ നിങ്ങൾക്കും അത് ബോറടിക്കൂലേ. പിന്നെ ഇതാ ഞാൻ ഇവിടെ കുറച്ചിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്നൊന്നും നടക്കലില്ല, ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ നടക്കലുണ്ട്. പക്ഷെ ഇപ്പം നടക്കാൻ പറ്റൂല കേട്ടോ, ഒരു രക്ഷയില്ല. വെയിലിന് ഭയങ്കര ചൂടാണ്. ഇപ്പം ടൈം 6:25 കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പം നല്ല ചൂട് തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ അധികമൊന്നും അങ്ങനെ നടന്നില്ല കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ ഇതാ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിന്. അപ്പോൾ വെള്ളപ്പത്തിന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടത്. ജയമോക്ക് വെള്ളപ്പം ഇഷ്ടമല്ല, പക്ഷെ ദോശ പോലെ ഉണ്ടാക്കി കൊടുത്താൽ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാമല്ലോ. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് വേണമെങ്കിൽ അതും എടുക്കുകയും ചെയ്യാം. ഉച്ചയ്ക്ക് ഇന്ന് പുട്ടുണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം തന്നെ അരിയാണ് കേട്ടോ അരച്ചെടുത്തത്. അങ്ങനെ മുഴുവൻ അരി അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും ചോറും പഞ്ചസാരയും ഒന്നിച്ച് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഓവനിൽ ലൈറ്റ് ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മളെന്തായാലും 3 മണി കഴിയും ഫുഡ് കഴിക്കാൻ. അപ്പോൾ ആ ഒരു സമയം വരെ ഓവനിൽ ആ ഒരു ലൈറ്റ് ഇട്ടാൽ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ. അങ്ങനെ ആകുമ്പോൾ തന്നെ മാവ് പൊങ്ങി വരുമല്ലോ. ഇനി ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് ഓഫീസിൽ പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിനി. അപ്പോൾ ഇക്കാക്ക് ചായയൊക്കെ കൊടുത്ത് ഇക്ക പോയിട്ടുണ്ട്. പിന്നെ ഇതാ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോന് ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൈമിൽ മോന് ഉറങ്ങിയിനി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മോന് വന്നിട്ടുണ്ടായിനി. പിന്നെ ഓനക്കുള്ള ചായ കൊടുക്കലും ഓനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് കറി വെക്കാൻ അയലയും പിന്നെ കൂന്തളാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഈ കൂന്തളിന് ചില സ്ഥലത്തൊക്കെ കണവാന്നാ പറയാൻ കേട്ടോ തോന്നണത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കൂന്തളെന്നാട്ടോ പറയാ. ഇനി ഈ മീനിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അധികം മീനും അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് കൊണ്ടുവരല്. പിന്നെ ഇത് പ്രത്യേകിച്ച് എനിക്കിതെങ്ങനെ ക്ലീൻ ആക്കണം എന്ന് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ റൗണ്ടിലല്ലെങ്കിൽ നീളത്തിൽ അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ അയിലക്കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ ഇതാ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇതാ നമ്മൾ തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20ഓളം ചെറിയുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്ന് പകുതിയാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
ഇനി ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇനിയുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ദിയമോളെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കൂന്തൽ. ഇങ്ങനെ കൂന്തൽ ഫ്രൈ ആക്കി കൊടുക്കുന്നത് ഓക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. വെള്ളപ്പമാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3-4 വെള്ളപ്പവും പിന്നെ ദോശ പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ജോയിമോൻക്കൊക്കെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്തായാലും ഇപ്പം ഉച്ചക്ക് കഴിക്കാൻ കുറേ സാധനങ്ങളായി കേട്ടോ. ചോറ്, പുട്ട്, ദോശ, വെള്ളപ്പം എല്ലാം കൂടെ ആയിട്ടുണ്ട്. ചില ദിവസം ഇങ്ങനെയും വേണ്ടല്ലേ. പിന്നെ എല്ലാം ബാക്കിയാവാൻ മാത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിനി. അപ്പോൾ എന്നത്തെ പോലെ തന്നെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മേലെഴുകാനൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ജയമോക്കും ജോയിമോനും പിന്നെ ഞാൻ വാരി കൊടുക്കാൻ കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ പുട്ടും മീൻകറിയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് പുട്ടിക്ക് ഇതുപോലെ മുളകിട്ട മീൻകറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇതുപോലെ മുളകിട്ട കറിയൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണോ? കൂന്തൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തെമൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിനി. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതേതായാലും അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇത് നല്ലൊരു പൗച്ചാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ബാഗിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാമല്ലോ. കാണാനും നല്ല ഭംഗിയുണ്ട്, ഫുൾ എംബ്രോയിഡറിങ് വർക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതുപോലത്തെ ഒരു പൗച്ച് വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ ചാർജർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കി വെക്കാൻ പറ്റുന്നതാ. നല്ല പാകത്തിനുള്ള വലിപ്പമൊക്കെ ആയിട്ടുള്ള ഒരു പൗച്ചാണ് കേട്ടോ. പിന്നെ ഇതിനൊക്കെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് അധികം പ്രൈസ് ഒന്നും ഇല്ലേനി കേട്ടോ. 500 ഫിൽസ് 700 ഫിൽസ് അത്രയൊക്കെ ഉള്ളേനി. ഈ ഒരു ചാർജർ കേബിൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഗിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിലും എടുക്കാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ ബാഗിലൊക്കെ ഇങ്ങനെ നമ്മൾ ചാർജർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാനൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ ചാർജറൊക്കെ എവിടെ വെച്ചത് എന്ന്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാമത് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത്. ഇത് പിന്നെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ലിക്വിഡും സ്പോഞ്ചൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെക്കുന്നതാ. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണങ്ങാനായിട്ടൊക്കെ വെച്ച് കൊടുക്കുക. അപ്പം ഞാനിത് മെയിനായിട്ട് ഇതുപോലെ കിച്ചൺ ടവലൊക്കെ വെക്കാനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ട്രേ ഉണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പ്രൈസ് കുറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ വാങ്ങുന്ന സമയത്ത് 400 ഫിൽസ് ആയിട്ടുള്ളൂ. ഞാനിതുപോലെ ഷീനിന്നും തെമൂന്നൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ല പ്രൈസ് കുറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അധികം ഓർഡർ ചെയ്യല്. ഇതും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് നമ്മളെ ഷൂ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പൗച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിന് എനിക്ക് വെറും 80 ഫിൽസാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇത് പിന്നെ ചെറിയ സീലിംഗ് മെഷീനാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ പരിപ്പ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് ബാക്കി വരുന്നത് നമുക്ക് ആ കവർ ഇങ്ങനെ സീൽ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റാണ്. ഇതിൽ ബാറ്ററി ഇട്ടിട്ട് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ കേക്ക് ടോപ്പർ, അതുപോലെ റെസിൻ ആർട്ടിന് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനത്തെ കാണിട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇടയിൽ ഒരു കുഞ്ഞു കൈ വന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ജോയിമോൻക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും സഹിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ വലിച്ചിടാനാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ടുണ്ട്. സത്യം പറയാലോ ഈ വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടെടുത്തതാണ്. മോന് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ട് ഓടും, പിന്നെ ഞാനത് വാങ്ങിയിട്ട് പിന്നെയും വരും, പിന്നെ വീഡിയോ എടുക്കും, പിന്നെയും ഓന് കൊണ്ട് ഓടും. അങ്ങനെ ഒരു കളിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതിൽ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അത് ജോയിൻ്റെതാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നെ ജയമോക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ലെറ്റേഴ്സ് ഉള്ള ബീഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടപ്പോൾ ഓനക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഓന് ABCD എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഓടേനി. അപ്പോൾ ഏതായാലും ഇത്ര സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.